ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ കുറേയായി തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോൾ ഇതുവരെ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. ഇതിനായി നമുക്ക് ഒരുപാട് എനർജി ആവശ്യമാണ്. അതുപോലെ നമ്മുടെ കറണ്ട് ബില്ല്, അതായത് ഇലക്ട്രിസിറ്റി, അതുപോലെ നമ്മുടെ ഹാർഡ് വർക്ക്, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എഡിറ്റിങ്ങിനെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയമെല്ലാം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കറക്റ്റായ ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലരും ഇത്തരത്തിൽ വർഷങ്ങളായി അവരുടെ ചാനലൊന്നും മോണിറ്റൈസ് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ നിന്നും വരുമാനമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ എനർജി എല്ലാം വേസ്റ്റ് ആകുന്നു, അതുപോലെ നിങ്ങളുടെ പണം വേസ്റ്റ് ആകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നതുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. യൂട്യൂബിൽ പലരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മിറാക്കിളെല്ലാം സംഭവിച്ച്, അതായത് ഒരു വീഡിയോയിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടുന്നു, അതുവഴി വലിയ ഒരു ഗ്രോത്ത് എല്ലാം നേടുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഒരു അബദ്ധധാരണയെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലല്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുക. ഇതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഒഴിവാക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മടി കാണിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 2 വീഡിയോസ് എല്ലാം ചെയ്തു, ഇതിലധികം വ്യൂസ് ഒന്നും വരുന്നില്ല, അപ്പോൾ ആ ഒരു വ്യൂസ് ഒന്നും കാണുന്നില്ല എങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇനി ഇതിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാം, ഇങ്ങനെയെല്ലാം കരുതിയിരിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മൾ ഒരു വലിയ ഗ്യാപ്പ് എല്ലാം എടുത്ത്, അത്യാവശ്യം നിങ്ങൾക്ക് വ്യൂസ് ഒന്നുമില്ല, എന്നാൽ നിങ്ങൾ ഇങ്ങനെ അധികം ഗ്യാപ്പ് എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഗ്രോത്തിനെ എല്ലാം ബാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം ഈ ഒരു മോണിറ്റൈസ് ചെയ്തെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും എഫേർട്ടെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ പണവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഹാർഡ് വർക്ക്, അതായത് നമുക്ക് യൂട്യൂബിൽ നിന്നും എങ്ങനെയെങ്കിലും പണം നേടണം, ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ, അതിനായി നമ്മൾ ഡെഡിക്കേറ്റായി വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്നും വരുമാനമെല്ലാം കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഒട്ടുമിക്ക പേരോടും, അതായത് 90% ആളുകളും ഇങ്ങനെ ഒരു ഡെസ്പിലെല്ലാം ആയിരിക്കും, എനിക്ക് വലിയ ഗ്രോത്ത് ഒന്നുമില്ല, ഇനി ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായി കറക്റ്റായി നല്ല നല്ല കണ്ടൻ്റ് എല്ലാം ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്യാനും യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാനും സാധിക്കും. അതിനാൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ നല്ല രീതിയിലുള്ള കണ്ടൻ്റ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. നമ്മൾ വലിയ വലിയ ബ്രേക്ക് എല്ലാം എടുത്ത് പിന്നീട് യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുകയും, അതുപോലെ നമുക്ക് കറക്റ്റ് സമയത്തൊന്ന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വരാം. കാരണം നിങ്ങളിപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ചില ആളുകൾ പറയുന്നതാണ് സ്ലോ ആൻഡ് സ്റ്റഡി മെത്തേഡ് എല്ലാം, അതായത് പതുക്കെ പതുക്കെ നമുക്ക് കുറച്ചായി ആ ഒരു രീതിയിൽ പോകുന്നു. പക്ഷേ അതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് വർഷമായി നിങ്ങൾക്ക് ഇതിൽ നിന്നും ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അത്തരത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി മെത്തേഡിലേക്ക് നമ്മൾ കടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ നമ്മുടെ എഫേർട്ടെല്ലാം നല്ല രീതിയിൽ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും വരുമാനമെല്ലാം കണ്ടെത്താൻ സാധിക്കുക. നമ്മൾ നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനായി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി വീഡിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു നോട്ടിലെല്ലാം ഇത് എഴുതി വയ്ക്കാം. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഐഡിയ ഈ ഒരു തരത്തിലെല്ലാം അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടുമോ? അപ്പോൾ ഇങ്ങനെയുള്ള സജഷൻസ് ഇനി നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായി നിങ്ങൾക്ക് അവരുമായി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെ റെക്ടിഫൈ ചെയ്യാനും, ഇതിനെല്ലാം നിങ്ങൾക്കൊരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള നിങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ ഏണിംഗ് എല്ലാം നേടുന്ന ഒരുപാട് ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ആദ്യമെല്ലാം വന്നിട്ടുണ്ടാകുക. പലരും ഈ ഒരു യൂട്യൂബ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നെല്ലാം കരുതിയിരിക്കും. ഇതുപോലെയാണ് മറ്റു എല്ലാ പ്ലാറ്റ്ഫോമും. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ
അതുമല്ലെങ്കിൽ നിങ്ങൾ ടിക്ടോക്ക്, ഇനി അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള ഏതൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ബെനിഫിറ്റ് എല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കണം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസ് എല്ലാം ഇടുന്നു, അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഒന്നും ലഭിക്കാത്തത് എന്ന് സെൽഫ് അനാലിസിസ് എല്ലാം ചെയ്യുക. അതായത് നമ്മൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് മാത്രമായാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് കൂടി ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഷോർട്സ് എല്ലാം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും ലോങ് വീഡിയോസിനോടൊപ്പം തന്നെ ഈ ഷോർട്സ് വീഡിയോസ് കൂടി ട്രൈ ചെയ്ത് നോക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നും വലിയ സ്കോപ്പ് എല്ലാം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് എല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. അതായത് ആഴ്ചയിലെങ്കിലും 1-2 ഷോർട്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ യൂട്യൂബ് അൽഗോരിതത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം തന്നെ ഈ ഒരു ഷോർട്സിനെ എല്ലാം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഷോർട്സ് വ്യൂസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു ട്രിക്കായി നിങ്ങൾക്ക് ഷോർട്സും ലോങ് ഫോം വീഡിയോസിനോടൊപ്പം ചേർക്കുന്നതെല്ലാം ഗുണം ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലും വലിയ ഗുണമൊന്നും ലഭിക്കുന്നില്ല, അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം കൊണ്ടുവരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ് ഇത് കറക്റ്റായല്ലേ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഒരു സ്പെസിഫിക് കണ്ടൻറ്റിനെ കുറിച്ചല്ലേ വീഡിയോസ് ചെയ്യുന്നത്, ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നിഷ് എല്ലാം സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ ആ ചാനലിൻ്റെ ഗ്രോത്തിനെ, അതുപോലെ ഒരുപാട് ഒരേ ടേസ്റ്റ് എല്ലാമുള്ള ഓഡിയൻസിനെ എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നതിനെല്ലാം സഹായകമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഇതുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ യൂട്യൂബ് തന്നെ പറയുന്നത് 30-50% ഇത്രയും സബ്സ്ക്രൈബേഴ്സിൽ ഇൻക്രീസ് എല്ലാം ചെയ്യുന്നതിന് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതായത് നിലവിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 30-50% കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ലഭിക്കുന്നതിന് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ തളരാതിരിക്കുക. കാരണം ഇത്തരത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തീർച്ചയായും നിങ്ങൾക്കും സക്സസ് ആകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. യൂട്യൂബിനെ കുറിച്ചുള്ള നല്ല നല്ല ഇൻഫർമേഷൻസും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. താങ്ക്